RIS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപക്ഷവും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന നാഷണൽസ് ലീഗ് ഫൈനൽ മത്സരത്തെ കുറിച്ചാണ്. ഫൈനൽ മത്സരത്തിൽ ഒരു 40-കാരനും ഒരു 17-കാരനും തമ്മിലുള്ള പോരാട്ടമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വിസസ് ലമീൻ യമാൽ. ഇതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നലെ മുതൽ ഇവർ രണ്ട് ടീമും സെമിഫൈനലിൽ എത്തിയ മുതൽ കേൾക്കുന്ന ഒരു ഇതാണ്. അപ്പോ എന്താണ് റെയ്ഹാന്റെ ഇതിൽ നാളത്തെ കളിയെ കുറിച്ച് പറയാനുള്ളത്? ഒരു തീയായിട്ടുള്ള 90 മിനിറ്റ് അങ്ങനെ തന്നെ പറയണം. ആദ്യം കളി ഫൈനൽസ് ആണ്. അലിയാൻസ് അറീനയിലാണ് കളി. മ്യൂണിച്ചില് UCL ഫൈനൽ നടന്ന സ്ഥലം. അതുപോലത്തെ രണ്ടാമത്തെ ഫൈനൽസ് അലിയാൻസ് അറീനയില് കാണാൻ പോവാണ്. ഇന്ന് രാത്രി കാണാൻ പോവാണ്. ആര് ജയിക്കും? ജയിക്കുന്ന പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ഇതിലൊരു കാര്യം എന്താന്ന് പറഞ്ഞാല്, ഈ പ്രായത്തിലും ഈ ചങ്ങായി നടത്തുന്നൊരു ഇതുണ്ടല്ലോ, ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമല്ല, ഈ പ്രായം എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്. ഒരു 17 വയസ്സുള്ള പ്രായത്തില് എന്താണ് അതിന്റെ ഒരു പരമാവധി ഉണ്ടല്ലോ, ആ ഒരു പക്വതയിൽ കളിക്കുന്ന യമാലും ഈ 40-ാമത്തെ വയസ്സിൽ ഇത്രയും ഊർജ്ജസ്വലമായി കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ, ഈ രണ്ട് പോരാളികളുടെ കളിയാണ് നാളെ. ശരിക്കും പറഞ്ഞാല് ഈ രണ്ട് ടീമിലും ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ട്. രണ്ട് ടീമും നല്ല ടീമുകളാണ്. പോർച്ചുഗലിന്റെയും നമ്മുടെ സ്ക്വാഡ് ഡെപ്ത് നോക്കിയാൽ സ്പെയിനേക്കാളും മികച്ചൊരു സ്ക്വാഡ് ഡെപ്ത് ഉള്ള അവരുടെ ബെഞ്ചിലും അത്രയും ഡെപ്ത് വാല്യൂ ഉള്ള ഒരു സ്ക്വാഡാണ്. അതേപോലെ സ്പെയിൻ എന്താന്ന് പറഞ്ഞാൽ ഒരു ടീമായിട്ട് ഒത്തിണക്കത്തോടെ കളിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സ്പെയിൻ. ആ ചെറിയ പിള്ളേരാണ് ഇപ്പൊ ഡിഫൻസിലൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പൊ റയൽ മാഡ്രിഡിന്റെ ഹുജിസൺ, അതേപോലെ കുബാർസി, പെഡ്രി, അതേപോലെ യമാല്, ഇവരൊക്കെ നോക്കുമ്പോ എല്ലാം ചെറിയ ചെറിയ പിള്ളേരാണ്. 19, 20, 25 ആണ് ആവറേജ് ഇവിടെ ഏജ് വരുന്നത്. അപ്പൊ ഇതാണ് അവരുടെ ഒരു ഇത്. ശരിക്കും ബാഴ്സലോണയിൽ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതേ ഒരു ഫോർമേഷനിലാണ് ഇവിടെ സ്പെയിനിൽ കളി നടക്കുന്നത്. ബാഴ്സന്റെ 6ഓളം പ്ലേയേഴ്സ് ഇതിൽ കളിക്കുന്നുണ്ട്. ഗാബി കളിക്കുന്നുണ്ട്, പെഡ്രി, ലെമീന്, അതേപോലെ കുബാർസി, അങ്ങനെ ഒരു 6 പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിന്റെ ഒരു പ്ലെയർ ഹുജിസൺ കളിക്കുന്നുണ്ട്. ബാക്കി കുറെ ഉണ്ട്. പക്ഷെ അസൻസിയോ ഇപ്പോ ഇല്ല കളിക്കാൻ. ഇപ്പോ അത് ഇഞ്ചുറി ആയിരിക്കുന്ന തോന്നുന്നു. പക്ഷെ ഒഫീഷ്യൽ റിപ്പോർട്ട്സ് ആയിട്ട് ഒന്നും വന്നിട്ടില്ല. അപ്പോ എന്താ ഉള്ളത് നാളെ? എനി ഫാക്ട്സ്, എനി സ്റ്റഫ്? നാളെ എന്തെങ്കിലും എന്താ നിന്റെ പ്രൊഡിക്ഷൻ എന്താ നാളത്തെ കളിയെ കുറിച്ച്? ഞാനായിട്ട് പറയുന്നതിന് മുമ്പ് ഒരു ഫേമസ് ആയിട്ടുള്ള AI ChatGPT പ്രൊഡിക്ഷൻ പറയട്ടെ. 2-1 സ്പെയിനായിട്ടുള്ള വിജയമാണ് പറയുന്നത്. നിന്റെ വിജയം എന്താണ്? നമുക്ക് ChatGPT അവിടെ ഇരിക്കട്ടെ. ChatGPT അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ എന്റെ 2-1 ആണ്. പിന്നെ രണ്ടാമത്തെ പ്രൊഡിക്ഷൻ 3-2. നാളെ സ്പെയിന് ജയിക്കും അതോ പോർച്ചുഗൽ ജയിക്കും? സ്പെയിൻ ഉറപ്പായിട്ടും ജയിക്കുന്ന പറയുന്നത്. നാളെ എന്റെ ഒരു കാഴ്ചപ്പാടില് നാളെ സ്പെയിന് ഈ ഒരു അബദ്ധങ്ങളൊന്നും കാണിക്കാതെ, ഇപ്പൊ സെമി ഫൈനലിൽ കാണിച്ച അബദ്ധങ്ങളൊന്നും കോച്ച് കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ സ്പെയിൻ തന്നെയായിരിക്കും വിജയം. അതേപോലെ പോർച്ചുഗലിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പോർച്ചുഗല് അന്നത്തെ ഒരു 11 സ്റ്റാർട്ട് ചെയ്ത് സെമി ഫൈനലിൽ സ്റ്റാർട്ടിങ് 11 അല്ലാതെ സെമി ഫൈനലിൽ സെക്കൻഡ് ഹാഫിൽ കളിച്ച ഒരു സ്റ്റാർട്ടിംഗ് 11 വെറ്റിനിയും അതേപോലുള്ള താരങ്ങളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗിൽ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോർച്ചുഗല് പൊരുതും. എന്തായാലും തീർച്ചയായിട്ടും 90 മിനിറ്റ് പൊരുതുന്ന മത്സരമായിരിക്കും. എന്റെ അഭിപ്രായത്തില് 3-2 സ്പെയിൻ ജയിക്കാനാണ് ചാൻസ്. ഒരു 50-50 മത്സരം തന്നെയാണ്. 3-2 ഞാൻ ഒറ്റ പ്രൊഡക്ഷൻ പറയുന്നുള്ളൂ. 3-2 ജയിക്കാൻ തന്നെയാണ് ചാൻസ്. എന്താന്ന് പറഞ്ഞാല് ഈ അടുത്ത കാലത്ത് ഉള്ള നോക്കിക്കഴിഞ്ഞാല് ലാസ്റ്റ് യൂറോ കൊടുത്തത്, അതേപോലെ ഇപ്പോഴത്തെ നാഷണൽ ലീഗ് ചാമ്പ്യന്മാരാണ് അവര്. ചാമ്പ്യന്മാരാണ് സ്പെയിൻ. അപ്പൊ അവർക്ക് തീർച്ചയായിട്ട് ഇതെടുത്തു കഴിഞ്ഞാല് വേൾഡ് കപ്പിലേക്ക് അവർക്ക് ഒന്നുകൂടെ ഇതാണ്. അതേപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോനെ സംബന്ധിച്ചിടത്തോളം ഈ കളി കപ്പെടുക്കാന്നുള്ളത് ആളുടെ സെക്കൻഡ് ഇതാണ് വരാൻ പോകുന്നത്. പോർച്ചുഗലിനായിക്കോട്ടെ സ്പെയിനും കപ്പടിച്ച സെക്കൻഡ് ട്രോഫിയാണ്. അതേപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ഇത് സെക്കൻഡ് ട്രോഫിയാണ് വരാൻ പോകുന്നത്. ബാക്കി ഈ കളികളിലെ എന്തൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. തീപ്പാറിയ ഒരു പോരാട്ടം തന്നെ ആയിരിക്കും. അപ്പൊ ഗോൾ പ്രൊഡിക്ഷൻ പറഞ്ഞു. ഇനി നാളെ കളിയിൽ ഉണ്ടാവുന്ന എന്തൊക്കെയായിരിക്കും സ്കോഡ് കാര്യങ്ങൾ മാറ്റങ്ങൾ? നാളെ നടക്കാൻ പോണ കളി ഒരു സ്റ്റെപ്പ് ഫർദർ ആയിട്ടുള്ള ബാലൻഡിയോർ ഡിസൈഡർ ആയിരിക്കും. പ്രസ് കോൺഫറൻസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ലമീന് കുറെ പറഞ്ഞിട്ടുണ്ട്, റൊണാൾഡോ കുറെ പറഞ്ഞിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത്? പ്രഷർ കൊടുക്കണ്ട ലമീന്, അവന് മുൻകേറി വരട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൾഡ് ട്രാൻസ്ഫോർഡില് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ട്രാൻസ്ഫോർഡില്
മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ 18ാമത്തെ വയസ്സിൽ ഇറങ്ങുന്നത്. അന്ന് റൊണാൾഡോന്റെ സ്പീഡും ട്രിബിളിംഗ് ഒക്കെ കണ്ടിട്ട് ഒരു ഭാഗത്ത് കുറെ പേര് റൊണാൾഡോനെ എതിർത്തിട്ടും അതേപോലെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അവന് പ്രഷർ കൊടുക്കരുത്, അവനെ കളിക്കട്ടെ. ശരിക്കും റൊണാൾഡോ ശരിക്കും ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇറക്കാത്തതാണ് അവന്, പക്ഷെ നല്ലൊരു സപ്പോർട്ടാണ് യമാലിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ റൊണാൾഡോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഡെംബലെ ആണല്ലോ ഇപ്പൊ UCL PSG കൊണ്ടുവരുന്നത്, അപ്പൊ ഡെംബലേക്ക് തന്നെ അവാർഡ് പോക്കോട്ടെ എന്നാണ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ല, അത് പറയാനൊന്നും പറ്റില്ല. ഇത് ഇനിയും ക്ലബ് വേൾഡ് കപ്പ് നടക്കാനുണ്ട്. ഈ ഫൈനലിൽ ഇനി ഏത് സൈഡിലാണ് വിജയം നോക്കാനുണ്ട്. അപ്പോ ഇനിയിപ്പോ ഈ ഫൈനലിൽ യമാൽ എടുക്കുകയാണെങ്കിൽ, ഈ നാഷണൽസ് ലീഗ് ട്രോഫി എടുക്കുകയാണെങ്കിൽ ഒരു പിടി മുന്നിലായിരിക്കും. എന്താന്ന് പറഞ്ഞാല് നല്ല പോരാട്ടമായിരിക്കും. അതാണ് ആർക്ക് വേണമെങ്കിലും കിട്ടാം. ആ ഒരു ഫൈനൽ ഡേ വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പൊ അതേപോലെ റഫീനിയും ഉണ്ട്. ഇനി PSG ക്ലബ് വേൾഡ് കപ്പ് മത്സരം കൂടി ഉണ്ട്. അതിലും കൂടി PSG കാര്യം നോക്കണം. എന്താ പറഞ്ഞാല് അവിടെ കപ്പടിക്കുകയാണെങ്കിൽ പിന്നെ വേറെ ആർക്കും നോക്കണ്ട, ഡെംബലെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇത് ഒരു ടീം കപ്പെടുത്താൻ മാത്രം പോരാ, കപ്പെടുക്കുന്ന മെയിൻ ഇമ്പോർട്ടന്റ് മത്സരങ്ങൾ. ഇപ്പൊ ഇന്നലെ കളിച്ച സെമി ഫൈനലിൽ യമാല് നല്ല ഫോമിലായിരുന്നു. അതേപോലെ PSG താരമായിട്ട് വന്ന ഡെംബലെ ഫ്രാൻസിന് വേണ്ടിയിട്ട് നിറമങ്ങിയ അസിസ്റ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ നിലവാരം നോക്കിയിട്ടാണ് ഇപ്രാവശ്യത്തെ ബാലൻഡിയർ കൊടുക്കുന്നത്. അതൊക്കെ ബാധിക്കും ഈ വോട്ടിങ്ങിന്. തീർച്ചയായിട്ടും ഒരു ടീമിൽ ആവശ്യമില്ലാത്ത സമയത്ത് കുറെ ഗോൾ അടിച്ചിട്ട് ഇമ്പോർട്ടന്റ് മത്സരങ്ങളിൽ അടിക്കാതിരുന്നു കഴിഞ്ഞാൽ, അതിൽ ഫോം ഇല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ അതൊക്കെ ബാധിക്കും തീർച്ചയായിട്ടും. അപ്പൊ നാളത്തെ മത്സരം ഒരു ബാലൻഡിയോർ തന്നെയാണ്. അത് യമാൽ അന്നത്തെ സെമി ഫൈനലിന് മുമ്പായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ഇതിന്റെ തീരുമാനം നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞായറാഴ്ച ഞാൻ അതിനുള്ള തീരുമാനമാക്കുന്നു പറഞ്ഞു. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ല, അമീന് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കളിയും കൊണ്ട് ബാലൻഡിയോർ ഡിസൈഡ് ആക്കണമെങ്കിൽ, യൂഷ്വലി ഫൈനലിൽ നോക്കിയിട്ട് ബാലൻഡിയോർ ഡിസൈഡ് ആക്കണമെങ്കിൽ അത് എന്ത് കാരണം ഈ ഇന്നലത്തെ കളി ആവണ്ട അങ്ങനെ ചോദിച്ചിട്ടില്ല. അമീന്റെ ഒരു ഫുൾ ഓഫ് ആ കമ്പാക്ക് ആ ഷോക്കേസ്നെസ് ഒക്കെ നിങ്ങൾ കാണണം. അതേപോലെ തന്നെ യമാലിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാല്, ഈ 17 വയസ്സിൽ ആൾ കളിക്കുന്നതും എല്ലാം ഓക്കെയാണ്, കളിക്കുന്നതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും, നല്ലൊരു കളിയാണ് കളിക്കുന്നത്. പക്ഷെ ആളുടെ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, ആ ഫ്രീ മൈൻഡഡ് ആയിട്ട് അതേപോലെ കളിക്കാൻ. ആ ബാസിന്റെ എൽ ക്ലാസിക്കോന് മുമ്പ് ചങ്ങായി ഈ ബോട്ടിലോണ്ട് ഇങ്ങനെ ഇട്ടിട്ട് കളിച്ചിട്ട് ആ തൊട്ട് മുമ്പ് ലൈനപ്പ് വരാൻ നിൽക്കുന്ന ആ ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആ ഒരു ടെക്കൗട്ട് വെച്ചിട്ടാണ് ഈ സംഭവം ബോളിൽ കളിക്കുന്നത്. അപ്പൊ അത്രയും ഫ്രീ മൈൻഡഡ്. അപ്പൊ ഇന്നലത്തെ സെമി ഫൈനലിൽ ആ പെനാൽറ്റി എടുക്കാൻ നിൽക്കുമ്പോ ആ ബോളും ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഫ്രീ ആയിട്ട്. എനിക്കൊരു ബാഴ്സയ്ക്ക് വേണ്ടി പെനാൽറ്റി എടുത്തിട്ട് ആള് പാഴാക്കിയിട്ടുണ്ട്. പിന്നെ സ്പെയിനൊന്നും എടുത്ത് പാഴാക്കിയിട്ടുണ്ട്. പക്ഷെ കൂളായിട്ടാണ് ആള് പെനാൽറ്റി എടുക്കുന്നത്. അത്രയും ഫ്രീ ആയിട്ട്. അതുപോലെ ഗ്രൗണ്ടിലും ഇനിയിപ്പോ ഇത്ര ആൾക്ക് ഇന്നത്തെ മത്സരം നാളത്തെ മത്സരം ഒന്നുമില്ല, അത് സെമി ഫൈനലോ ഫൈനലോ അതൊന്നുമില്ല. എല്ലാ മത്സരങ്ങളും ഒരേ മത്സരങ്ങളായിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. ഇനിയിപ്പോ ഇന്ന് ക്വാർട്ടർ ആണെങ്കിൽ സെമി ആണെങ്കിൽ ഫൈനലാണെങ്കിൽ ട്രോഫി അടിക്കാം. നാളെ ട്രോഫി അടിക്കുന്ന യമാല് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു ഉശിരം പോരാട്ടമായിരിക്കും. പോർച്ചുഗല് ഒരു ടീമായിട്ട് കളിച്ചില്ലെങ്കിൽ നാളെ നല്ലൊരു പണി കിട്ടും. എന്താ പറഞ്ഞാല് ഫ്രാൻസിന് 5 ഗോൾ അടിച്ചതാണ്. സെക്കൻഡ് ഹാഫില് സ്പെയിനിന്റെ കോച്ചിന്റെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കാരണം, വില്യംസിനെയും പെഡ്രനെ പോലുള്ള അത്രയും നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്ലേയേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഫ്രാൻസ് തിരിച്ചടിക്കുക. കളിയിലേക്ക് തിരിച്ചു വന്ന തന്നെ ഫ്രാൻസ് ആ സമയത്താണ്. അപ്പൊ അങ്ങനെ ഒരു ഇതൊന്നും ഇനി എന്തായാലും ഉണ്ടാവില്ല. ഫൈനലാണ്. ഫൈനലിൽ എന്തായാലും പെഡ്രിയും വില്യംസനൊക്കെ ഏകദേശം ഒരു 80-85 മിനിറ്റെങ്കിലും കളിക്കും. അത്രയും കളി മോശമായി മാത്രമാണ് പിൻവലിക്കുന്നത്. അപ്പോ പിന്നെ ഒരു ഫാക്ട് ഉണ്ട്, അതെന്താന്ന് വെച്ചാ ഇതുവരെ പോർച്ചുഗലിന് സ്പെയിനിനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കളി സ്പെയിൻ ജയിച്ചിട്ടുണ്ട്, 3 കളി ഡ്രോ ആയിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നതിൽ 3 കളി ഡ്രോയും 1 കളി സ്പെയിന് വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പോർച്ചുഗലിന് സ്പെയിനും വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഫൈറ്റ് ചെയ്തതില് പോർച്ചുഗൽ ഇതുവരെ 2010 തൊട്ട് സ്പെയിനെ തടയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എന്നിട്ടുള്ളത് സ്പെയിനിന്റെ അൺഡിഫീറ്റബിൾ സ്ട്രീക്കാണ്. ഇതുവരെ സ്പെയിന് കളിച്ചിട്ടുള്ള 23 കോമ്പറ്റീഷൻ, അങ്ങനെ എത്രയോ കോമ്പറ്റീഷൻസ് ഇവര് ഫുള്ള് വിജയം ഡ്രോ അതേപോലെ സ്ട്രീക്കിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഈ ഒരു ടൂർണമെന്റിൽ ഈ 2 ടീമുകൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ പോർച്ചുഗലും സ്പെയിനും. പോർച്ചുഗല് ഗ്രൂപ്പ് ഘട്ടത്തിൽ അൺബീറ്റൻ ആയിട്ട് വന്നു. അതിനുശേഷം ഒരു മത്സരം തോറ്റു. ഡെൻമാർക്കായിട്ടുള്ള ക്വാർട്ടർ ഫൈനലില് 1 ഗോളിന് ഫസ്റ്റ് ലെഗിൽ 1 ഗോളിന് തോറ്റിട്ട് സെക്കൻഡ് ലെഗ് മത്സരത്തിൽ 5-1 അവര് ജയിച്ചത്. അതേപോലെ സ്പെയിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്പെയിൻ തോൽവി അറിയാണ്ടാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഫ്രാൻസിനെ സെമി ഫൈനലില് പഞ്ഞിക്കിട്ടിട്ടാണ് വന്നത്. പക്ഷെ തിരിച്ച് അവരൊരു 20-30 മിനിറ്റ്, അവസാനത്തെ 20 മിനിറ്റ് ഫ്രാൻസിന്റെ കളിയായിരുന്നു കണ്ടത്. ഫ്രാൻസിന്റെ തിരിച്ചു വരായിരുന്നു. പക്ഷെ അപ്പോഴേക്കും സമയം അതിക്രമിച്ചിരുന്നു. അത് കാരണം 4-5 കളി അവസാനിക്കേണ്ടി വന്നു. അപ്പൊ എന്തായാലും നാളത്തെ കളി
പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം കാലം ഈ ഒരു ടീമായിട്ട് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ മിക്കവാറും നല്ലോണം മടിച്ചു കൊടുക്കും. പക്ഷെ അവര് അന്ന് ജർമ്മനിക്കെതിരെ തിരിച്ചു വന്ന സെക്കൻഡ് ഹാഫ് കളിച്ച ആ ഒരു കളിയാണെങ്കിൽ സ്പെയിനോട് പിടിച്ചു നിൽക്കാൻ പറ്റും, ചിലപ്പോൾ വിജയിക്കാനും കഴിഞ്ഞേക്കും. അല്ലാത്ത പക്ഷം നാളെ നല്ലൊരു മാർജിൻ തന്നെയായിരിക്കും സ്പെയിന്റെ വിജയം. പറയാൻ പറ്റില്ല, ഫുട്ബോളാണ്, നാളത്തെ ഒരു ദിവസമാണ്, 90 മിനിറ്റ് ആണ്, അപ്പൊ എന്ത് സംഭവിക്കാം. അതേപോലെ തന്നെ 40ാമത്തെ വയസ്സിൽ CR7 നടത്തുന്ന ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ഇതുവരെ രാജ്യത്തിന് വേണ്ടി 137 ഗോളുകളും ടോട്ടൽ 937 ഗോളുകൾ അടിച്ചിട്ടുണ്ട് ചങ്ങായി. അപ്പൊ കഴിഞ്ഞ കളിയിൽ ഇപ്പൊ പറയും വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അവർ. കഴിഞ്ഞ കളി വിന്നിംഗ് ഗോൾ അടിച്ച റൊണാൾഡോ. ആ ഒരു ഇമ്പാക്ട് ആ സമയത്തൊന്ന് അവിടെ നിന്ന് ആ ഗോൾ അടിക്കണമെങ്കിൽ അത് റൊണാൾഡോനെ കൊണ്ടേ കഴിയുള്ളൂ. അപ്പോ റൊണാൾഡോനെ അവരുടെ ഒരു ടീമിന് തന്നെ ആ ഒരു ക്യാപ്റ്റൻ മാൻ നിൽക്കുമ്പോൾ പോർച്ചുഗൽ ഫാൻസിനും അതേപോലെ റൊണാൾഡോന്റെ ഇതുണ്ടല്ലോ, ആ ഒരു അവിടെ നിൽക്കുന്നത് അതന്നെ ടീം മെമ്പേഴ്സിനൊക്കെ ഒരു ഇതാണ്. ആ ഒരു ടീം മെമ്പേഴ്സ് ഒന്നായിട്ട് പോർച്ചുഗൽ റൊണാൾഡോന്റെ കൂടെ നാളെ നിന്ന് കഴിഞ്ഞാൽ പോർച്ചുഗലിനെ തോൽപ്പിക്കാൻ സ്പെയിനിന് കുറച്ച് പണിയെടുക്കേണ്ടി വരും. അതേപോലെ യമാലിന് നാളെ ഒരു ഇത് വരാൻ പോകുന്നത് എന്താ പറഞ്ഞാല്, ലോക ഫുട്ബോളിലെ ഒരു എന്താ പറയാ ഒരു ലെജൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ കളിക്കാൻ പറ്റുന്നതാണ്, ഓപ്പോസിറ്റ് ടീമായിട്ട് കളിക്കാൻ പറ്റും. അതേപോലെ ഒരു ഭാഗ്യം കൂടി വരാൻ പോകുന്നുണ്ട്, മെസ്സിയുടെ കൂടെ കളിക്കാനുള്ളത്. ഒരു കിങ് ആയിട്ടുള്ള മെസ്സിയുടെ കൂടെ ഫൈനലിസ്റ്റ് കളിക്കാനുള്ള ഭാഗ്യം. അങ്ങനെ ഈ ഒരു പ്രായത്തിൽ തന്നെ രണ്ടുപേർക്കും ശരിക്കും അതെ, മെസ്സിയോടും റൊണാൾഡോടൊന്നും കളിക്കാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷയല്ല യമാല്. പക്ഷെ ആ കളിക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ നാളത്തെ ഒരു സ്റ്റാർട്ടിംഗ് 11 ഒരു പ്രഡിക്ഷൻ നടത്തും. എന്താ പറഞ്ഞാല്, എനിക്ക് തോന്നുന്നു നാളെ പോർച്ചുഗൽ കുറച്ചും കൂടെ മാറിയിട്ട് എന്താണ് കഴിഞ്ഞ കളി സെക്കൻഡ് ഹാഫ് ഇറങ്ങിയ ഒരു ഇതിലോട്ടാണ് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതൽ തോന്നുന്നത്. നമുക്ക് അതിലേക്കൊന്ന് കടക്കുകയാണെങ്കിൽ നമ്മൾ പോർച്ചുഗലിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വരികയാണെങ്കിൽ ഡിയോഗോ കോസ്റ്റ ആയിരിക്കും ഗോൾ കീപ്പറായിട്ട് വരിക. ഡിഫൻസിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഗോൺസാലോ ഇനാക്കിയോ, അതും നമുക്ക് റൂബൻ ഡിയാസും ആണ് ഉണ്ടാവുക സെൻട്രൽ ഡിഫൻഡർമാരായിട്ട്. അതേപോലെ സെമഡോവും ന്യൂനോ മെൻഡിസും ആയിരിക്കും ലെഫ്റ്റും റൈറ്റിലും ഉണ്ടാവുക. അതുപോലെ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും വെറ്റിന കൺഫേം ആയിട്ടുണ്ടാവും. അതേപോലെ ബ്രൂണോ ഫെർണാണ്ടസും ഫെർണാണ്ടോ സിൽവയും രണ്ട് സൈഡിലായിട്ടുണ്ടാവും മിഡ്ഫീൽഡ് ഭരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ എനിക്ക് തോന്നുന്നു സ്ട്രൈക്കറായിട്ട് റൊണാൾഡോ തന്നെ ആയിരിക്കും. ജോട്ട ആയിരിക്കും മിക്കവാറും ഈ വശത്ത് വിങ്ങർ ആയിട്ടുണ്ടാവുക. അതേപോലെ ഫ്രാൻസിസ്കോ ലാസ്റ്റ് കളിയിൽ നമ്മുടെ ഗെയിം ചേഞ്ചർ ആയിട്ട് വന്ന് ഗോളടിച്ച് ഇവർക്ക് പോർച്ചുഗലിന് സമനില നേടിക്കൊടുത്ത ചങ്ങായി നല്ല ഡെപ്ത് ഉള്ള കളിക്കാരനാണ്. അപ്പൊ എന്തായാലും നാളെ അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് ലെവലായിരിക്കും വരിക. സ്പെയിനിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഉനായ് സിമിയോനെ ആളായിരിക്കും. അതന്നെ ലാസ്റ്റ് കളിയിലാണെങ്കിൽ അടിപൊളി സേവുകളായിരുന്നു, ഫസ്റ്റ് ഹാഫിൽ നല്ല സേവുകളായിരുന്നു. ഫ്രാൻസിന്റെ കുറെ ഗോളുകൾ ഫസ്റ്റ് ഹാഫിൽ കയറാതിരുന്നത് ആളുടെ ഒരു ഇതുകൊണ്ട് തന്നെയാണ്. പിന്നെ സെന്റർ ബാക്സിൽ നോക്കുകയാണെങ്കിൽ ഡീൻ ഹുജിസൺ ആള് ഉറപ്പാണ്. പിന്നെ ലീ നോർമാൻ അതായിരിക്കും ചിലപ്പോ കുബാർസി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഫിറ്റ് അല്ല എന്നുള്ളതുകൊണ്ടാണ് കുബാർസി ഇറങ്ങാത്തത്. ചിലപ്പോൾ കുബാർസി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബാക്സിലുള്ളത് പെഡ്രോ പോർട്ടോ ഇപ്പുറത്ത് ഉറപ്പാണ്. റൈറ്റ് ബാക്കിൽ പെഡ്രോ പോർട്ടോ ഉറപ്പാണെങ്കിൽ ഇപ്പുറത്ത് കുക്കുരേലയും ഉറപ്പാണ്. നല്ല പ്രകടനം അന്ന് സ്പെയിനിന് ലാസ്റ്റ് മത്സരത്തിൽ ഉണ്ടായിരുന്നത്. സ്പെയിനിനെ ഹെൽപ്പ് ചെയ്ത് പെഡ്രോ പോർട്ടോയും നല്ല മത്സരം. പെഡ്രോ പോർട്ടോയാണ് എടുത്തു പറയേണ്ടത് ലാസ്റ്റില് ബാക്കില് ഡിഫൻസില്. പിന്നെ പറയാനുള്ള മിറിനോ ഉണ്ട് മിഡ്ഫീൽഡ്. മാർട്ടിൻ സുബമെൻഡി ഉണ്ട് മിഡ്ഫീൽഡ് സെൻട്രലായിട്ട്. പിന്നെ ഇഞ്ചിൻ ഉണ്ടാവുന്നുണ്ട് അവിടെ. അതന്നെ പെഡ്രി ഉണ്ട്. പിന്നെ ഉള്ളത് നീക്കോ വില്യംസ്, ലമീൻ യമാലിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള നീക്കോ വില്യംസ്. പിന്നെ സ്റ്റാർ സ്ട്രൈക്കർ ആയിട്ടുള്ള എലിസബത്തും ഉണ്ട്. പിന്നെ ഉള്ളത് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പറയേണ്ട കാര്യമില്ല, ലമീൻ യമാലുണ്ട്. അപ്പോ അതന്നെയാണ് ലെമീനും വില്യംസും നയിക്കുന്ന അറ്റാക്കിംഗ് നിര തന്നെയാണ് പോർച്ചുഗലിന് തലവേദന ആവാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും നാളത്തെ കളി ഏത് ലെവലിലേക്കാ പോവാന്ന് കണ്ടു തന്നെ അറിയണം. നേഷൻസ് ലീഗിൽ ഏറ്റവും ഗോൾ അടിച്ചിട്ടുള്ളതും പിന്നെ ഏറ്റവും അസിസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടുള്ളത് വിക്ടർ ഗോയ്ക്കസ് 9 ഗോളിൽ 1 പെനാൽറ്റി, സ്വീഡന്റെ പ്ലെയർ. പിന്നെ രണ്ടാമത്തെ ആയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ, പോർച്ചുഗലിന്റെ പ്ലെയർ, 7 ഗോൾസും 1 പെനാൽറ്റി നേടി. പിന്നെ മൂന്നാം സ്ഥാനത്തായിട്ടുള്ള ഏർലിംഗ് ഹാളൻഡ് ആണ്. ഏർലിംഗ് ഹാളൻഡ് നോർവേന്റെ പ്ലെയർ ആണ്. 7 ഗോൾ അടിച്ചിട്ടുണ്ട്, 1 പെനാൽറ്റി നേടാണ്ട്. പിന്നെ ആയിട്ടുള്ളത് ജോർജിയാന്റെ ഒരു പ്ലെയർ ആണ്. 7 ഗോൾ അടിച്ചിട്ട് ഹാലൻഡ് പോലെ തന്നെ 1 പെനാൽറ്റി നേടിയിട്ടില്ല. പിന്നെ 5ാം സ്ഥാനത്തായിട്ടുള്ളത് മാർട്ടിൻ, റൊമേനിയന്റെ പ്ലെയർ ആണ്. 6 ഗോളും 4 പെനാൽറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അസിസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ജർമ്മനിയിലെ ജോഷുവ കിമിച്ച്, ജർമ്മനിയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജോഷുവ കിമിച്ച് ഉണ്ട്. പിന്നെ ഉള്ളത് ന്യൂനോ മെൻഡസ്, പോർച്ചുഗലിലെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ന്യൂനോ മെൻഡസ് ഉണ്ട്. പിന്നെ 3ാം സ്ഥാനത്തായി വിക്ടർ ഗോയ്ക്കസ്, ടോപ്പ് ടേബിളിലുള്ള
അപ്പുറത്തുള്ള ടോപ്പ് ടേബിളിലുള്ളത് ഗോൾ സ്കോററിൽ ഇവിടെ 3-ാം സ്ഥാനത്തെ അസിസ്റ്റില് 4 അസിസ്റ്റും കൊണ്ട് ഉണ്ട്. അപ്പൊ ക്രിസ്റ്റഫർ 4-ാം സ്ഥാനത്ത് 4 അസിസ്റ്റ്. പിന്നെ ഉള്ളത് ഡിജിങ്, ഫ്രാൻസിന്റെ ഡിജിങ് 3 അസിസ്റ്റുമായി ടോപ്പിലുണ്ട്, ടോപ്പ് 5ല്. അപ്പോ നാളെ നടക്കാൻ പോകുന്ന മത്സരം എന്ന് പറഞ്ഞാല് ഒരു 17-കാരനും ഒരു 40-കാരനും തമ്മിലുള്ളതാണ്. ഇതിൽ ആര് വിജയിച്ചാലും ഫുട്ബോൾ പ്രേമികൾക്ക് നല്ലൊരു ഫൈനൽ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്, ആര് ജയിക്കും, എത്ര ഗോൾ എന്നുള്ളതിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നാളെ മറ്റൊരു മത്സരം കൂടി നടക്കുന്നുണ്ട്, ജർമ്മനി വിസസ് ഫ്രാൻസ്, 3-ാം സ്ഥാനത്തുള്ള മത്സരം. ഇന്ത്യൻ സമയം 6:30-നും UAE സമയം 5 മണിക്കാണ് നടക്കാൻ പോകുന്നത്. നാഷണൽസ് ലീഗിന്റെ ഫൈനൽ നടക്കാൻ പോകുന്നത് ഇന്ന് രാത്രി 11 മണിക്ക്, UAE സമയം 11 മണിക്കും നാളെ പുലർച്ചെ 12:30 മണിക്ക് ഇന്ത്യൻ സമയം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. നമ്മൾ വീഡിയോയിലൊക്കെ സംസാരിക്കുന്നത് നമ്മളുടെ ഒരു അഭിപ്രായങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ എതിർ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിൽ വിമർശനങ്ങളും ഉണ്ടാവും, നല്ല കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടും പറയാനുണ്ടാവും. നിങ്ങളുടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പക്ഷേ വീഡിയോ മൊത്തമായിട്ട് കാണാം. നമ്മൾ ഒരു ടീമിനെയും സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതായിട്ട് നമ്മൾ വാർത്തകൾ ഇങ്ങനെ ചർച്ചകൾ നടത്തുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട്, നമ്മൾ ചിലപ്പോൾ തംബ്നെയിലൊക്കെ കണ്ടിട്ട് അത് നോക്കിയിട്ടിരിക്കുന്നത്, അത് നമ്മളൊരു അട്രാക്ഷൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തരുത്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണാം, വീഡിയോ മുഴുവനായിട്ട് കാണാം. മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് വിലയിരുത്താം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.